Hello, good morning students. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിലെ സെക്കൻഡ് മൊഡ്യൂളിനെ കുറിച്ച് ചെറിയ ഒരു വിവരണം ഞാൻ തന്നിരുന്നു. ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ആദ്യം നറേഷനെ കുറിച്ചാണ് പറഞ്ഞത്. നറേഷൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലുണ്ട്, ഓക്കെ, തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലുണ്ട്, ഓക്കെ, പിന്നെ ഒംനീസിയൻറ്റ് ഓർ ലിമിറ്റഡ് എന്നുള്ളൊരു മറ്റൊരു രൂപത്തിലുണ്ട്. ഇത് തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. ഈ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിനെയാണ് നമ്മൾ ഒംനീസിയൻറ്റ് അല്ലെങ്കിൽ ലിമിറ്റഡ് നറേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐ ആൻഡ് വി, ഇതാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ നമുക്കറിയാം യു എന്നാണ്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, ദേ, ഇതൊക്കെയാണ് തേർഡ് പേഴ്സൺ എന്ന്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ദേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് തേർഡ് പേഴ്സൺ. അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഐ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് പേഴ്സണായി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ്. ഇനി നമുക്ക് ഒരു സീ ദ പാസേജ് ബിലോ ഫ്രം 2 നോവൽസ്. 2 നോവൽസ് ഉണ്ട്. ബോത്ത് ഓഫ് വിച്ച് ആർ റിട്ടൺ ഇൻ ദ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. തേർഡ് പേഴ്സൺ ഞാൻ പറഞ്ഞു ഹി, ഷീ, ഇറ്റ്, ദേ, ഇതൊക്കെ തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ 2 കഥകളും എഴുതിയിരിക്കുന്നത്. ആ 2 കഥകളുടെയും പേര് നിങ്ങൾക്കറിയാം. ഒന്ന് പിന്നെ ഷേക്സ്പിയറിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഷേക്സ്പിയർ ഇൻ ദ ബുഷ് എന്ന് പറയുന്ന ലോറ ബൊഹനാൻ്റെ ഒരു സ്റ്റോറിയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് പിന്നെ ജെയിംസ് ഫിൻ ഗാർണറിൻ്റെ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റോറി. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റോറി. ഇങ്ങനെ 2 സ്റ്റോറികളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നോക്കാം. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നോക്കണേ. വിൻസ്റ്റൺ ഹാർഡ്ലി ന്യൂ ടിലോട്ട്സൺ and had no idea what work he was employed on. ഇതിപ്പം നമ്മൾ പറയുന്നത് 1984 എന്ന് പറഞ്ഞ ജോർജ് ഓർവെലിൻ്റെ ഒരു സ്റ്റോറിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലുള്ള ക്യാരക്ടറാണ് വിൻസ്റ്റൺ. ഓക്കെ, അതിൽ ഹീറോ ആണ് വിൻസ്റ്റൺ. ഹീ ഹാർഡ്ലി ന്യൂ ടിലോട്ട്സൺ എന്ന് പറയുന്നത് മറ്റൊരു ക്യാരക്ടറാണ്. ആൻഡ് ഹാഡ് നോ ഐഡിയ വാട്ട് വർക്ക് ഹി വാസ് എംപ്ലോയിഡ് ഓൺ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി എന്നുള്ള കാര്യവും ടിലോട്ട്സനെ കുറിച്ചുള്ള കാര്യമൊന്നും വിൻസ്റ്റന് അറിയില്ലായിരുന്നു. പീപ്പിൾ ഇൻ ദ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഡ് നോട്ട് റെഡിലി ടോക്ക് അബൌട്ട് ദെയർ ജോബ്സ്. റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പരസ്പരം എന്ത് ജോലിയായിരുന്നു അവർ ചെയ്യുന്നത് എന്ന് പോലും പരസ്പരം അറിയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ they were not allowed to reveal their work. In the long windowless hall with its row of cubicles and its endless rustle of papers and hum of voices murmuring into speak rights, there were quite a dozen people whom Winston did not even know by name. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ഒരുപാട് ആളുകളുണ്ട്. വലിയ ഒരു ഹോളാണ്, വളരെ നീളത്തിലുള്ളൊരു ഹോളാണ്. പിന്നെ ഡബിൾ റോ ഓഫ് ക്യൂബിക്കിൾസ്, ജനാലുകൾ. അതുപോലെ എൻലെസ് റസൽ ഓഫ് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മറിക്കുന്നുണ്ട്. ആൻഡ് ഹം ഓഫ് വോയിസസ്, ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മേമറിങ് ഇൻ ടു സ്പീക്ക് റൈറ്റ്സ്, എഴുതുന്നതും വായിക്കുന്നതും ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ട്. There were quite a dozen people whom Winston did not even know by name. ഒരു 12ഓളം ആളുകളുണ്ട്, അവരുടെ പേര് പോലും വിൻസ്റ്റൺ അറിയില്ലായിരുന്നു. Though he daily saw them hurrying to and fro into the corridors,
ആ കോറിഡോറിലൂടെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത് ഈ ആളുകളെ, ഈ ഡസൻ പീപ്പിളിനെ വിൻസ്റ്റൺ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന്. ഓർ ജസ്റ്റിക്കുലേറ്റിംഗ് ഇൻ ദ 2 minutes hates. He knew that in the cubicle next to him, the little woman with the sandy hair toiled day in and day out. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ക്യൂബിക്കിൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് വർക്ക് ചെയ്യാനുള്ള ഓരോ ബോക്സ് പോലുള്ള സാധനം ഉണ്ടാകും. അവിടെ നിന്നിട്ടാണ് അവർ ജോലി ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഒരു സ്ത്രീ അവർ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ മുടിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. വിത്ത് സാൻഡി ഹെയർ എന്നാണ് സാൻഡി കളേർഡ് ഹെയർ. ടോയിൽഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ദിവസവും വളരെ കഷ്ടപ്പെട്ടവർ ജോലി ചെയ്യുന്നതായിട്ട് അവർ മനസ്സിലാക്കി. സിംപ്ലി അറ്റ് ട്രാക്കിംഗ് ഡൗൺ ആൻഡ് ഡിലീറ്റിംഗ് ഫ്രം ദ പ്രസ് ഓഫ് ദ നെയിംസ് ഓഫ് പീപ്പിൾ. അപ്പം അതുപോലെ തന്നെ ആളുകളുടെ പേരൊക്കെ അവർ നോക്കുന്നുണ്ട്. ആ സ്ത്രീ who had been vaporized and were therefore considered never to have existed. അപ്പോൾ ആ ആളുകളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള രൂപത്തിലാണ് ഇവർ തിരയുന്നത്. അപ്പോൾ അത് ശരിക്കും ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന് പറയുന്ന ഒരു നോവലിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വിൻസ്റ്റണും പിന്നെ അവരുടെ ഇപ്പം നമ്മൾ പറഞ്ഞ ആ സ്ത്രീയുടെ പേര് ജൂലിയ എന്നാണ്. അപ്പോൾ അവരോട് തമ്മിലുള്ള പ്രണയവും, ഈവൻ പ്രണയിക്കാൻ പോലും നമുക്ക് സ്വതന്ത്രമായി സംസാരിക്കാനും സ്വതന്ത്രമായി നടക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും അവകാശമില്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണ് ജോർജ് ഓർവെൽ 1984 എന്ന് പറയുന്ന ആ ഒരു നോവലിൽ പറയുന്നത്. ഇതിൻ്റെ സിനിമ വേർഷൻ ഉണ്ട്. ഓക്കെ, ഹിയർ ദ നറേറ്റർ സ്പീക്സ് ഇൻ ദ വോയിസ് ഓഫ് ദ തേർഡ് പേഴ്സൺ. അപ്പോൾ ഇതിൽ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നറേറ്റർ ഇതിൽ തേർഡ് പേഴ്സണിലാണ് സംസാരിക്കുന്നത്. ബട്ട് ഹിസ് പെർസ്പെക്റ്റീവ് ഈസ് ലിമിറ്റഡ് ടു ദ വോയിസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. പക്ഷേ അവിടെ നോക്കൂ, അപ്പോൾ ഒരാൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ആരാണത്? വിൻസ്റ്റൺ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഇതെന്താണ്? ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ലിമിറ്റഡ് തേർഡ് പേഴ്സൺ നറേഷൻ. അപ്പോൾ ഇത് എന്തിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് വെച്ചാൽ ലിമിറ്റഡ് തേർഡ് പേഴ്സൺ നറേഷൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി മറ്റൊന്ന് നോക്കാം. വെൻ ജെയിൻ ആൻഡ് എലിസബത്ത് വേർ അലോൺ, ദ ഫോമർ who had been cautious in her praise of Mr. Bingley before expressed to her sister just how very much she admired him. മറ്റൊരു നോവലിലെ ഒരു എക്സ്ട്രാക്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജെയിനും എലിസബത്തും 2 പെൺകുട്ടികളാണ്. അവർ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് ദ ഫോമർ എന്ന് പറയുമ്പോൾ ജെയിനാണ്. ഹു ഹാഡ് ബീൻ കോഷ്യസ് ഇൻ ഹെർ പ്രൈസ് ഓഫ് മിസ്റ്റർ ബിംഗ്ലി. മിസ്റ്റർ ബിംഗ്ലിയെ ഇങ്ങനെ അവർ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഫോർ എക്സ്പ്രസ്ഡ് ടു ഹെർ സിസ്റ്റർ ജസ്റ്റ് ഹൗ വെരി മച്ച് ഷീ അഡ്മയർഡ് ഹിം. അപ്പോൾ അവരുടെ സിസ്റ്ററോട് പറഞ്ഞു അവർ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു മിസ്റ്റർ ബിംഗ്ലിയെ. ഹി ഈസ് ജസ്റ്റ് വാട്ട് എ യങ് മാൻ ഔട്ട് ടു ബി. ഹി എന്നുള്ളൊരു പ്രൊനൗൺ ഉപയോഗിച്ചത്. അപ്പോൾ ഹി ഈസ് ജസ്റ്റ് വാട്ട് എ യങ് മാൻ ഔട്ട് ടു ബി. മിസ്റ്റർ ബിംഗ്ലി വളരെ യങ് ആയിട്ടുള്ള ഒരു യുവാവായിട്ടുള്ള ഒരാളായിരുന്നു. സഡ് ഷീ സെൻസിബിൾ, ഗുഡ് ഹ്യൂമേർഡ്, ലൈവ്ലി. ഒക്കെ ബിംഗ്ലിയാണ്. ബിംഗ്ലി എന്താണ്? സെൻസിബിളാണ്, വളരെ രസകരമായിട്ടൊരു കഥാപാത്രമാണ്, വളരെ ലൈവ്ലിയാണ്. ആൻഡ് ഐ നെവർ സോ സച്ച് ഹാപ്പി മാനേഴ്സ്, സോ മച്ച് ഈസ് വിത്ത് സച്ച് പെർഫെക്റ്റ് ഗുഡ് ബ്രീഡിങ്. വളരെ ലളിതമായിട്ട് വളരെ ഒരു നല്ല വിത്താണെന്ന് പറയാം. ആ രൂപത്തിൽ അവർ ഗുഡ് ബ്രീഡിങ്, നല്ല രൂപത്തിലാണ് അവരെ ബിംഗ്ലിയെ വളർത്തിയത്. ഈസ് ഓൾസോ ഹാൻസം, വളരെ ഭംഗിയുള്ള ഒരു ആളാണ്. എലിസബത്ത് ജെയിനോട് പറയാണ്, എലിസബത്ത് കാണാൻ നല്ല ഭംഗിയാണ്. വിച്ച് എ യങ് മാൻ ought otherwise to be. If he possibly can, his character is thereby complete. ഓക്കെ,
അപ്പോൾ എന്താണ്, ഒരു യുവാവിന് പറ്റിയ എല്ലാ ഗുണങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. I was very much flattered by his asking me to dance a second time. അതായത് ബിങ്ലി എന്നോട് രണ്ടാമതും ഡാൻസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നിപ്പോയി. I did not expect such a compliment. Did not you? I did for you. Okay? Did not you? അത് ചോദിക്കാൻ. I did for you. But that is one great difference between us. Compliments always take you by surprise and me never. അപ്പോൾ അവിടെ എലിസബത്തും ജെയിനും തമ്മിലൊരു കോൺവെർസേഷൻ. ജെയിനിന് ഭയങ്കര ഒരു സന്തോഷമാണ് ഈ ഒരാൾ കോംപ്ലിമെൻ്റ് പറയും. പക്ഷേ എലിസബത്തിന് കോംപ്ലിമെൻ്റ് ഇഷ്ടമല്ല. വാട്ട് കുഡ് ബി മോർ നാച്ചുറൽ ദാൻ ഹിസ് ആസ്കിങ് യു അഗെയിൻ. ഓക്കെ, he could not help seeing that you were about 5 times as pretty as every other woman in the room. Okay, അതായത് നിന്നെ അങ്ങനെ വിളിക്കാനൊരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ നീ ആ റൂമിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഇതിൽ എല്ലാവരെക്കാളും ഒരു 5 ഇരട്ടി ഭംഗി നീ ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. നോ താങ്ക്സ് ടു ഹിസ് ഗാലൻട്രി ഫോർ ദാറ്റ്. വെൽ, ഹി certainly is very agreeable and I give you leave to like him. Okay, you have liked many a stupider person. ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്ന് പറയുന്ന ഒരു നോവലിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതിലും നമ്മൾ തന്നിരിക്കുന്നത് തേർഡ് പേഴ്സൺ നറേറ്റീവിനെ കുറിച്ച് പറയാണ്. ഹി, ഷീ, ഹി എന്നുള്ള ഒരു പ്രോനൗണാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരാളെ അതിലുള്ള ക്യാരക്ടറിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ ഉപയോഗിച്ചിരിക്കുന്നത് വിൻസ്റ്റൺ എന്ന് പറയുന്നത് അത് ഹി എന്നുള്ളതിന് പകരമായിട്ട് വിൻസ്റ്റൺ നേരെ പേരാണ്ട് വിളിച്ചു തോന്നും. അതും തേർഡ് പേഴ്സൺ നറേറ്റീവാണ്. ഹിയർ ജെയിൻ ഓസ്റ്റൻ എംപ്ലോയ്സ് ദ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഹൗവർ ദ പെർസ്പെക്റ്റീവ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു ദ വോയിസ് ഓഫ് എനി വൺ ക്യാരക്ടർ. പക്ഷെ അവിടെ നേരത്തെ വെറും വിൻസ്റ്റനെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു, അദ്ദേഹത്തെ മാത്രമേ നമുക്ക് കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരൊറ്റ ക്യാരക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവ് അല്ല, തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ദ പെർസ്പെക്റ്റീവ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു ദ വോയിസ് ഓഫ് എനി വൺ ക്യാരക്ടർ. ഒറ്റ ക്യാരക്ടറിലല്ല ഈ ഒരു കഥ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് തേർഡ് പേഴ്സൺ ഒംനീസിയൻ്റ് നറേഷൻ. ഒംനീസിയൻ്റ് നറേഷൻ്റെ ഒരു ഉദാഹരണമാണ്. സം സ്റ്റോറീസ് മേ ഈവൻ യൂസ് മിക്സഡ് പോയിന്റ് ഓഫ് വ്യൂ. ചില സ്റ്റോറി ഇപ്പം തേർഡ് പേഴ്സൺ ഉപയോഗിക്കും, ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കും, രണ്ടും കൂടിയൊക്കെ ഉപയോഗിക്കും. ഹോം ഫയർ, എ കണ്ടംപററി നോവൽ ബൈ കാമില ഷംസിയുടെ ഒരു നോവലാണ് ഹോം ഫയർ. എ പാകിസ്ഥാനി റൈറ്ററാണ് കേട്ടോ, കാമില ഷംസി. ഫോർ എക്സാമ്പിൾ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ 5 ക്യാരക്ടേഴ്സ്, 5 ക്യാരക്ടേഴ്സിന് ചുറ്റിപ്പറ്റിയാണ് ആ കഥ ഉണ്ടായിരുന്നത്. ദ നോവൽ വിച്ച് ഈസ് എ റീഇമാജിനിങ് ഇൻ കണ്ടംപററി ടൈംസ് ഓഫ് ആൻറ്റിഗണി. ഈ നോവൽ എന്താ വെച്ചാൽ ആൻറ്റിഗണി എന്ന് പറയുന്നൊരു ആൻറ്റിഗണി എന്ന് പറഞ്ഞാൽ 2 റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഒന്ന് ജാൻ അനോയിൽ, ഒരു ഡ്രാമയാണ്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിഗണി എന്ന് പറയുന്ന സോഫോക്കിൾസിൻ്റെ മറ്റൊരു ഡ്രാമ, ഒരു ഗ്രീക്ക് പ്ലേ ആണ് ബൈ സോഫോക്കിൾസ്. സോഫോക്കിൾസിൻ്റെ മറ്റൊരു പ്ലേ ഉണ്ട്, അതും ആൻറ്റിഗണി തന്നെയാണ്. ഓക്കെ, ഇതിലും പറയുന്നത് ദ തേർഡ് പേഴ്സൺ വോയിസ് ആണ്. ബട്ട് ദ തേർഡ് പേഴ്സൺ നറേറ്റർ വ്യൂസ് തിങ്സ് ത്രൂ ദ ഐസ് ഓഫ് 5 ക്യാരക്ടേഴ്സ്. അല്ല, 5 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഇസ്മ, ഈമോൻ, പർവൈസ്, അനീഖ ആൻഡ് കറാമത്ത്. ഇവരൊക്കെയാണ് ഈ 5 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ 5 ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ. 2 chapters each are seen through the eyes of 4 characters and one of Anika. This mixed perspective enables the novelist to offer a nuanced, balanced view of the tangled issues of love and jihadism and of mixed loyalties to the family. Love, jihadism, okay, loyalty towards the family, nation and one's religious faith. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്.
The perspective which a writer chooses for his story is determined by what his reasons are in writing the book. Okay. അദ്ദേഹം ഒരു സ്റ്റോറിക്ക് ഒരാൾ ഇത് തിരഞ്ഞെടുക്കുന്നത് എന്തിൻ്റെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ is determined by what his reasons are in writing the book. ഒരു ബുക്ക് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ചാണ്. ആൻഡ് ഹൗ ഹി വാണ്ട്സ് ഹിസ് സ്റ്റോറി ടു ഡെവലപ്പ്, എങ്ങനെയാണ് ഒരു കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ്. ആൻഡ് ദിസ് ഇൻ ടേം വുഡ് കം ടു ഹാവ് എ ബെയറിംഗ് ഓൺ ദ മീനിങ് ആൻഡ് വേൾഡ് വ്യൂ ഓഫ് ദ ടെക്സ്റ്റ്. അപ്പോൾ അതിലൊക്കെ എന്താണ് അതിൽ ഒരു ടെക്സ്റ്റിൻ്റെ വേൾഡ് വ്യൂ, അതുപോലെ തന്നെ മീനിങ്, അതൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. Even when a story or a novel privileges the point of view of a certain character, even when a story or a novel privileges the point of view of a certain character or characters, the voices of the other characters may also come through in the narrative. ഒരാൾ പറയുന്ന സമയത്ത് മറ്റുള്ള ക്യാരക്ടേഴ്സിൻ്റെ വോയിസസും അതിലേക്ക് വരുന്നു. ഫോർ എക്സാമ്പിൾ, ദ നൈജീരിയൻ നോവലിസ്റ്റ് ചിന്വ അജീബിനെ നമുക്കറിയാം. തിങ്സ് ഫോൾ അപ്പാർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് ചിന്വ അജീബിൻ്റെ. ഓക്കെ, വളരെ ഒരു നോബൽ പ്രൈസ് വിന്നറാണ് അല്ലേ ചിന്വ അജീബ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ നോവലാണ് തിങ്സ് ഫോൾ അപ്പാർട്ട്. ഹി എംപ്ലോയ്സ് ദ തേർഡ് പേഴ്സൺ ഓംനിസിയൻ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് അതിൽ പറയുന്നത്, which gives importance to the perspective of the protagonist. ഒക്കനോക്വോ, ഇതിലുള്ള ആ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന നോവലിലെ പ്രൊട്ടാഗണിസ്റ്റ്, അതായത് അതിലുള്ള മെയിൻ ഹീറോ എന്ന് പറയുന്നത് ഒക്കോൻക്വോ എന്ന് പറയുന്ന ഒരു മെയിൻ ഹീറോ ആണ്. ബട്ട് ദ വോയിസസ് ഓഫ് ദ അതർ ക്യാരക്ടേഴ്സ് ഓൾസോ ഫൈൻഡ് സ്പേസ് ഇൻ ദ നറേറ്റീവ്. പക്ഷേ അയാളുടെ ഒരു സൗണ്ട് മാത്രമല്ല നമ്മൾ ആ ഒരു നോവലിൽ കേൾക്കുന്നത്, പക്ഷേ മറ്റുള്ള ക്യാരക്ടേഴ്സിൻ്റെ വോയിസും അയാളിലൂടെ നമ്മൾ കേൾക്കുന്നു. ഹെൻസ് ദിസ് നോവൽ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ബൈ ക്രിട്ടിക്സ് ആസ് ഡയലോഗിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നോവലിനെ നമുക്ക് വേണമെങ്കിൽ ഡയലോഗിക്കാണ് അല്ലെങ്കിൽ പോളിഫോണിക് എന്നൊക്കെ വിളിക്കാം. ഡയലോഗിക് അല്ലെങ്കിൽ പോളിഫോണിക് എന്നൊക്കെ വിളിക്കാം. Terms used by the Russian critical Mikhail Bakhtin in his analysis of the works of the Russian novelist Dostoevsky. ഓക്കെ, അപ്പോൾ ബക്തിൻ എന്ന് പറയുമ്പോൾ അതായത് മിഖായിൽ ബക്തിൻ അദ്ദേഹം ഈ ഒരു നോവലിനെ പരാമർശിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം റഷ്യൻ നോവലിസ്റ്റിൻ്റെ ഡസ്റ്റോവസ്കി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ഉണ്ട്, റഷ്യൻ നോവലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഒരു തരത്തിലുള്ള സംഭാഷണത്തെ ഡയലോഗിക് അല്ലെങ്കിൽ പോളിഫോണിക് എന്നൊക്കെ അദ്ദേഹം വിളിച്ചു. പോളിഫോണിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് മെനി വോയിസ്ഡ് എന്നാണ്. ഒരൊറ്റ ശബ്ദമല്ല, പല ശബ്ദത്തിലാണ് നമ്മൾ. അജീബ് വാസ് പോർട്രേയിങ് ദ ഇഗ്ബോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേസാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിക്റ്റീഷ്യസ് പ്ലേസാണ്, നൈജീരിയൻ. അതുപോലെ തന്നെ പ്ലേസാണ്, അതുപോലെ തന്നെ അതൊരു ട്രൈബും കൂടിയാണ്, നൈജീരിയൻ ട്രൈബാണ്. സൊസൈറ്റി ഇൻ എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ. ഇഗ്ബോ എന്ന് പറയുന്നത് സൊസൈറ്റി ഇൻ എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ. The novel shows the cultural confrontation between the British colonizers and the Igbo people. ഓക്കെ, ബ്രിട്ടീഷ് കോളനൈസേഴ്സും അതുപോലെ തന്നെ ഇഗ്ബോ എന്ന് പറയുന്ന ആ ജനതയുടെ അവർ തമ്മിലുള്ള ആ ഒരു സാംസ്കാരിക സംഘട്ടനം, ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ ഈ നോവലിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നോവൽ അത്രക്കും ഫേമസ് ആവാൻ കാരണം. The novelist wants to portray the Igbo society as objectively as possible, and hence he allows the perspectives of the minor characters to emerge in the narrative so that his readers get a balanced, nuanced view of Igbo culture. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബയാസ്ഡ് ആയിട്ടുള്ളൊരു വ്യൂ അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള മൈനർ ക്യാരക്ടേഴ്സിന് പോലും പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയിപ്പിച്ചുകൊണ്ട്
യഥാർത്ഥ സൊസൈറ്റിയെക്കുറിച്ച് ആളുകൾക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പോൾ നോവൽസ് given their magnitude and character diversity, we may say with Bakhtin are inherently polyphonic in character. Bakhtin എന്ന് പറയുന്നത് ശരിക്ക് polyphonic in character ആണ്. polyphonic നമ്മൾ പറഞ്ഞു many voices, unlike the epic which represents a more homogeneous world view. ഓക്കെ, നോവൽ എന്ന് പറഞ്ഞാൽ polyphonic ആണ്, എന്നാൽ എപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോമോജിനസ് വേൾഡ്. ഹോമോജിനസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഈ ലോകത്തെ ഒരേപോലെ ഇങ്ങനെ കാണിക്കാമെന്നുള്ളത്. ഹൗവർ എ ടെക്സ്റ്റ് മേ ഓൾസോ എംപ്ലോയ് ദ ടെക്നിക് ഓഫ് polyphony more overtly, featuring a single incident or chain of events from multiple vantage points. ഓക്കെ, അപ്പോൾ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ എംപ്ലോയ് ദ ടെക്നിക് ഓഫ് polyphony more overtly, വളരെ ഓവേർട്ടായിട്ട് പോളിഫോണി, അതായത് മെനി വോയിസസ് നമുക്ക് കാണിക്കാൻ പറ്റും. ഫീച്ചറിങ് എ സിംഗിൾ ഇൻസിഡൻറ്റ്, അതുപോലെ ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ആയിരിക്കും കാണിക്കുക, ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ്, എന്താണ് പല ഇൻസിഡൻസിൻ്റെ ഒരു ശൃംഖല തന്നെ കാണിക്കാൻ സാധ്യതയുണ്ട്. ദ ജാപ്പനീസ് ഫിലിം റാഷമോൻ directed by Akira Kurosawa, which is prescribed for you, recounts the story of murder from the perspective of more than one person. അപ്പോൾ അവിടെ ഈ ഞാൻ പറഞ്ഞു ജാപ്പനീസ് റൈറ്ററാണ് അക്കിറ കുറോസാവ എന്ന് പറയുന്നത്. അവരുടെ റാഷമോൻ എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. അപ്പോൾ ആ വർക്കിൽ ശരിക്ക് ഒരു മേർഡറിനെ കുറിച്ച് പല പെർസ്പെക്റ്റീവ്, പല ആളുകളും എന്ത് പറയുന്നു എന്നുള്ളതാണ് അത് പറയുന്നത്. ദസ് റിബങ്കിങ് ദ നോഷൻ ഓഫ് ട്രൂത്ത് വിത്ത് എ ക്യാപിറ്റൽ ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ ആക്ടിവിറ്റീസാണ്. ആസ് യു വാച്ച് ദ ഫിലിം റാഷമോൻ, ഹൗ മെനി പോയിൻറ്റ്സ് ഓഫ് വ്യൂ ക്യാൻ യു ഫൈൻഡ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ റാഷമോൻ എന്ന് പറയുന്ന അക്കിറ കുറോസാവയുടെ സിനിമ കാണുക. അത് കണ്ടതിന് ശേഷം നിങ്ങളതിനെ കുറിച്ച് ഒരു ചെറിയ വിശകലനം നടത്തും. ഓക്കെ, ഏതായാലും നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.